വിജയകുമാർ LDF ക്യാമ്പിലേക്ക് നമുക്ക് പോകണ്ടേ? അപ്പോൾ ശ്രീകുമാരനാണ് LDF ക്യാമ്പിലുള്ളത്. മേഘപാളികൾക്കിടയിലൂടെ വന്ന ക്യാമറ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം ഇടത് ക്യാമ്പിൽ നിന്ന് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ആ ഒരു പദയാത്ര കണക്കെ മന്ത്രി MP രാജേഷ്, AK ബാലൻ, ജില്ലാ സെക്രട്ടറി, CPI ജില്ലാ സെക്രട്ടറി ഒക്കെ നടന്നു വരുന്നത്, സരിനൊപ്പം നടന്നു വരുന്നത് കണ്ടു. എവിടെ എത്തി ആ യാത്ര? വിജയകുമാർ, അല്പസമയം മുൻപാണ് നമുക്ക് ജില്ലാ സെക്രട്ടറിയുടെ അടക്കമുള്ള പ്രതികരണം ലഭിച്ചത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ അടക്കമുള്ള മുഴുവൻ ആളുകളും ആ വാഹനത്തിൽ ഇപ്പോൾ തന്നെ കയറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയൊരു ആവേശം, ഏതാണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ചെമ്പൈ സംഗീത കോളേജ് അടുത്തെത്തിയിട്ടുണ്ട്. മോയിൻ സ്കൂളിലൊക്കെ പരിസരത്താണ് നമ്മളുള്ളത്. സ്വാഭാവികമായി ഇതിന് തൊട്ടടുത്ത് ഏതാണ്ട് വിക്ടോറിയ കോളേജ് വരെ ഈ ഒരു നിര നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാൻ കഴിയുക. വാദ്യഘോഷങ്ങളും താളമേളങ്ങളും മുത്തുക്കുടകളും വർണ്ണ ബലൂണുകളുമായി ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ P സരിന്റെ ഇവിടെ തങ്ങൾ മൂന്നാമതല്ല, തങ്ങൾ ഈ പറയുന്നത് പോലെ മത്സരം തങ്ങളും UDF-ഉം തമ്മിലാണ് എന്ന പ്രഖ്യാപനവുമായാണ് അവർ കടന്നു വരുന്നത്. വലിയ തോതിലുള്ള ജനബാഹുല്യം ഇവിടെ കാണുന്നുണ്ട്. നമ്മോടൊപ്പം K പ്രേംകുമാർ MLA കൂടി ചേരുകയാണ്. പ്രേംകുമാർ, എങ്ങനെയാണ് അവസാന വട്ടത്തിൽ നിങ്ങളുടെ ഒരു വിജയപ്രതീക്ഷ? ഇടതുപക്ഷം നല്ല മേൽക്കൈ നേടുന്ന, തുടക്കം മുതലുള്ള മേൽക്കൈ നിലനിർത്തി വിജയം ഉറപ്പിക്കുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കലാശക്കൊട്ടിലുള്ള പങ്കാളിത്തം ഉൾപ്പെടെ ഏത് നിലയിലും ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. LDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. ഇടതുപക്ഷം വിജയം ഉറപ്പിക്കും. തീർച്ചയായും അതാണ് അവർക്കൊക്കെ പറയാനുള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസം LDF-ന്റെ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ പറഞ്ഞു വെക്കുന്നത് കൃത്യമായ രീതിയിൽ സംഘടനാ വർക്ക് വളരെ വ്യക്തമായി തന്നെ നടന്നിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് MR മുരളി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവസാന വട്ടത്തിൽ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ എന്താണ് നിങ്ങൾക്ക്? മൂന്നാം സ്ഥാനത്താണ് നിലവിൽ, അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് അടിച്ചു കയറി വന്നുവെന്ന് തന്നെയാണോ? മൂന്നാം സ്ഥാനത്ത് നിന്നും തുടക്കം തൊട്ട് തന്നെ ഒറ്റ കുതിപ്പിന് ഒന്നാം സ്ഥാനത്തെത്തി. ആ ഒന്നാം സ്ഥാനം ഉറപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഈ ദിവസങ്ങൾ അത്രയും നടന്നത്. സ്ഥാനാർത്ഥി സിംഗായി, ജനങ്ങളും സിംഗായി. ഉറപ്പായി വിജയം ഉറപ്പാണ്, ഒരു സംശയമില്ല. ഗ്രൗണ്ടിൽ ഇറങ്ങി പുത്തൂർ മേഖലയിലൊക്കെ ആയിരുന്നു BJP അത്ഭുതകരമായ പ്രതികരണമാണ്. BJP വോട്ടർമാരിൽ നിന്നും കോൺഗ്രസ് അനുകൂലികളിൽ നിന്നും വലിയ നിലയിലുള്ള പ്രതികരണമാണ്. സരിന് അനുകൂലമായി, LDF-ന് അനുകൂലമായി, വികസനത്തിന് വേണ്ടിയുള്ള വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. തീർച്ചയായും അതാണ് MR മുരളി അടക്കമുള്ള ആളുകൾ, NN കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ ഇതിലുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസം ഈ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇടത് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണം തേടണമെന്നുണ്ട്. പക്ഷേ ഇതും കടന്ന് അപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ടി ഒരു വാഹനം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതുവരെ പോകുമ്പോഴേക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുമെന്നാണ്. ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് അടക്കാൻ കഴിയില്ല. പക്ഷേ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണം നമ്മൾ തേടും അല്പസമയത്തിനകം തന്നെ. എന്തായാലും വലിയ ആത്മവിശ്വാസം. വലിയ ജനാവലിക്ക് നടുവിലൂടെ വാഹനമൊന്നും ഓടിച്ചു പോകാൻ ശ്രമിക്കേണ്ട. ശ്രീജിത്ത് അവിടെ തന്നെ തുടരുക. പാലക്കാടിനെ അത്ഭുതപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അമ്പരപ്പവും അതിശയവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജനസാഗരം ഒഴുകിയെത്താൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. മൂന്ന് മുന്നണികളും വളരെ ആവേശ തിമിർപ്പിലാണ്. എത്താവുന്നിടത്തോളം കൂടുതൽ നേതാക്കന്മാരും എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ പാലക്കാട് കോട്ട ആര് പിടിക്കും എന്നറിയാൻ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എങ്കിൽ പോലും ഇന്നത്തെ കുട്ടിക്കലാശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്താൻ ഇനി കുറച്ച് സമയം മാത്രം മതി. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും അതുപോലെ NDA സ്ഥാനാർത്ഥിയും മൂന്നുപേരും വലിയ പ്രതീക്ഷയോടെയാണ് ഈ കുട്ടിക്കലാശത്തിലേക്ക് കയറുന്നത്. സാധാരണ രണ്ട് മുന്നണികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടം നടന്ന ചരിത്ര പരിചയമുള്ള കേരളത്തിന് മൂന്ന് മുന്നണികളും ഒരേപോലെ പോരാട്ടം നടത്തുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത്. വിജയകുമാർ, ആകാശ ദൃശ്യങ്ങളിലേക്ക് വിജയം ഇഷ്ടപ്പെട്ട ദൃശ്യങ്ങൾ. അതെ, വീണ്ടും നമ്മൾ മേഘപാളികൾക്കിടയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറ താഴേക്ക് ഇറങ്ങി വന്ന് ആ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പാലക്കാട് നഗരത്തിൽ 3 പോയിന്റുകൾ ദൃശ്യങ്ങളിൽ കാണാം. ആ 3 പോയിന്റുകളിലാണ് LDF-ഉം UDF-ഉം BJP-യും അവരുടെ റോഡ് ഷോകളുമായി എത്തുക. ഇപ്പോൾ തന്നെ പ്രവർത്തകർ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഒരിടത്ത് UDF, ഒരിടത്ത് BJP, ഒരിടത്ത് LDF. അവിടേക്കാണ് സ്ഥാനാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള ആ റോഡ് ഷോ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ കൂടി എത്തുമ്പോഴേക്കും ഇത് ഒരു ജനസമുദ്രമായി, മനുഷ്യ മഹാസമുദ്രമായി ഈ ബസ് സ്റ്റാൻഡ് പരിസരം, സ്റ്റേഡിയം ജംഗ്ഷൻ പൂർണ്ണമായും മാറും. പോലീസ് വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ വിജയകുമാറിന്റെ സൗകര്യാർത്ഥം നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ന്യൂസ് ചാനലിന്റെ അരഞ്ഞാണം എന്ന് പറയുന്ന ടിക്കർ നമ്മൾ റിമൂവ് ചെയ്തിരുന്നു. കാര്യം മേഘപാളികൾക്കിടയിൽ നിന്ന് ക്യാമറ കൺചെയ്യുമ്പോൾ അരഞ്ഞാണം വേണ്ടെന്ന് തീരുമാനിച്ചു. നമുക്ക് വേണമെങ്കിൽ വിജയകുമാറിന് ഈ അരഞ്ഞാണത്തിന്റെ പ്രസക്തി എന്നറിയാം, ഒന്നുകൂടെ കാണിച്ചു തരാം. പ്ലീസ് റിമൂവ് ടിക്കർ. ഓക്കെ, ഇപ്പോൾ അരഞ്ഞാണം അഴിഞ്ഞു വീഴുന്നു. നമുക്ക്
നമുക്ക് കണ്ടില്ലേ, ഇതാണ് മേഘപാളികൾക്കിടയിലൂടെ ക്യാമറ കണ്ടിരുന്ന സമയത്ത് ഒരു വാർത്താ ചാനലിന്റെ അരഞ്ഞാണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ടിക്കർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് മുഴുവൻ ദൃശ്യവും വീഡിയോ കൊടുക്കാവുന്ന മുഴുവൻ സ്പേസും അപകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളതിന്റെ മുഴുവൻ ഭംഗിയും കാണിച്ചു തരികയാണ്. പാലക്കാടിന്റെ മനോഹരമായ സൗന്ദര്യം കൂടി ഒപ്പിയെടുത്തുകൊണ്ടാണ് ക്യാമറ നമ്മുടെ ഈ മഹാജനസഞ്ചയത്തിലേക്ക് കടന്നു പോകുന്നത്. നമ്മുടെ അരുൺ എഴുപുന്നയാണ് ഈ രംഗത്ത് അല്ലെ ഇതിനകത്തെ ഒരു ഇന്ദ്രജാലക്കാരനാണ്. യഥാർത്ഥത്തിൽ ഈ ആകാശ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കുറച്ച് അധികം കാലമായി 24ന്റെ അഭിമാന തേജസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന അരുൺ എഴുപുന്നയുടെ കരസ്പർശത്താലാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കാണിച്ചിരുന്നത്. ഈ ഡ്രോൺ കറങ്ങുമ്പോൾ ഇതുപോലെ കറങ്ങിത്തിരിയുകയാണ് മൂന്ന് മുന്നണികളും എന്നുകൂടി പ്രേക്ഷകർ തിരിച്ചറിയുക. പ്രേക്ഷകർ കാണുന്ന മേഘപാളികൾക്കിടയിലെ വിജയകുമാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ മൂന്ന് മുന്നണികളും 3 സ്ഥലത്തായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇവർ ഒരേ സ്ഥലത്ത് സംഗമിക്കുമ്പോൾ മേളം കൊട്ടിക്കയറുന്നത് പോലെ, തൃശ്ശൂർ പൂരത്തിന്റെ മേളം കൊട്ടിക്കയറുന്നത് പോലെ ഒരു ഫീലായിരിക്കും പ്രേക്ഷകർക്ക് കിട്ടുക. അതിനായി പ്രേക്ഷകർ സജ്ജമായി കൊടുക്കുക. നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ പാലക്കാട് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കുട്ടിക്കലാശത്തിന്റെ കാഴ്ചകളായിരിക്കും. വിജയകുമാർ, ഇവിടേക്ക് അതാ ഈ 3 ഭാഗത്തേക്കും 3 വഴിയിലൂടെ 3 മുന്നണികളുടെയും വലിയ ആളുകളെ വഹിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനം റോഡ് ഷോ ആയി ഇങ്ങനെ കടന്നു വരികയാണ്. അതിൽ നൂറുകണക്കിന് പ്രവർത്തകർ അതിനൊപ്പം നടന്നു വരുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകർ വാഹനങ്ങളിൽ ഇരുചക്ര വാഹന റാലികളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തകരെയും കൊണ്ടുവരുന്ന അതാ നമുക്ക് 3 പാർട്ടികളുടെയും 3 മുന്നണികളുടെയും ആ റോഡ് ഷോകൾ ഇങ്ങനെ ആവേശത്തോടെ ഓടിയും ചാടിയും ഒക്കെ കടന്നു വരുന്നത് കാണാം. ഒരിടത്ത് വർണ്ണ പേപ്പറുകൾ ആകാശത്തേക്ക് എറിഞ്ഞ് ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ പി സരനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വരുന്നു. BJP സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഒരോട്ടപ്രദക്ഷിണം കണക്കെ ഇരുചക്ര വാഹന റാലി ഇതാ പാലക്കാട്ടേക്ക് എത്തുന്നു. LDFിനെയും UDFിനെയും BJPയുടെയും സ്ഥാനാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള വലിയ ഘോഷയാത്ര എന്ന് പറയാം. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഘോഷയാത്ര സംഘടിപ്പിക്കാറില്ല, പക്ഷേ ഇത് ഒരു ഘോഷയാത്ര കണക്കാണ്. ഇവിടെ ആർപ്പുവിളിയും താളമേളങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് യാത്രയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഘോഷയാത്രയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ, ഇവർ 3 പേരും അവിടേക്ക് വരുന്നത് ഒരു വെറും വരവല്ല, അതൊരു ഒന്നൊന്നര വരവാണ്. ഒരു ഘോഷയാത്രയാണ്. ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് പഞ്ചവാദ്യവും ചെണ്ടമേളവും പഞ്ചാരിമേളവും പാണ്ഡിമേളവും നാഗസ്വരവും എന്ന് വേണ്ട എല്ലാ മേളങ്ങളും ഉണ്ട്. ബാൻഡ് സെറ്റ് ഉണ്ട്. അതിനൊക്കെ അകമ്പടി സേവിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുമുണ്ട്, നേതാക്കളുണ്ട്. അങ്ങനെ അവരവിടേക്ക് പാലക്കാട് നഗരവീതിയിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. അല്പസമയത്തിനകം നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശമാകെ മനുഷ്യരെ കൊണ്ട് മനുഷ്യ മഹാസമുദ്രമായി മാറുന്നത് കാണാം. അവിടെ കാവടിയാട്ടമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണാം. ആ കാവടി കറങ്ങുന്നത് പോലെ, നേരത്തെ SKN പറഞ്ഞതുപോലെ 3 മുന്നണികളും ആ കാവടി കറങ്ങുന്നത് പോലെ കറങ്ങുകയാണ്. അവരുടെ കറക്കം നിൽക്കണമെങ്കിൽ മറ്റന്നാള് വൈകിട്ട് വിജയകുമാർ ആവേശം ഇവിടെ അണപൊട്ടുകയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ അരഞ്ഞാണം ഒഴിവാക്കിയിരിക്കുന്നു അല്ലേ? അപ്പോൾ യഥാർത്ഥത്തില് നമ്മുടെ വാർത്താ ചാനലിന്റെ അരഞ്ഞാണമായ ടിക്കർ ഒഴിവാക്കി മുഴുവൻ വീഡിയോ സ്പേസും പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ കാണിച്ചു തരികയാണ്. മേഘപാളികൾക്ക് ഇടയിലൂടെ ഈ ക്യാമറ അരുൺ എഴുപുന്നയുടെ കരസ്പർശത്താൽ കൺചിമ്മുന്ന മനോഹരമായ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ഇത്രയും ആവേശം അണപൊട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ദിവസങ്ങളാണ് കടന്നു പോയിരുന്നത്. എല്ലാ സ്ഥലവും ഒരു മൂലയും ഇനി പൊക്കി നോക്കാനില്ല എന്ന രീതിയിൽ എല്ലാ പ്രവർത്തകരെയും ആവേശം കൊള്ളിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പാലക്കാട് കണ്ടത്. 2 മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ മുഴുവൻ നേതാക്കന്മാർക്കും മുഴുവൻ പ്രവർത്തകർക്കും പാലക്കാട് എത്താൻ കഴിഞ്ഞു. വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. വിപിൻ, ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വട്ടം കറങ്ങുന്നത് പോലെ വട്ടം കറങ്ങുന്ന അവസ്ഥയിലാണോ ഈ പ്രവർത്തകർ പാലക്കാട് ഈ പറയുന്ന സ്പോട്ടിലേക്ക് വരുമ്പോൾ?